നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ വീടിനു വേണ്ടി എടുത്ത ലോണിനടയ്ക്കുന്ന മുഴുവൻ പണവും അവസാനം തിരികെ കയ്യിൽ കിട്ടിയാലോ? കേൾക്കുമ്പോൾ കൊള്ളാമല്ലേ? പക്ഷേ ഇത് വെറുമൊരു സ്വപ്നമല്ല. ഇങ്ങനെയൊരു പ്ലാനിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കൂ. വർഷങ്ങളെടുത്ത ലോൺ അടച്ചു തീർക്കുമ്പോൾ നമ്മൾ ബാങ്കിന് കൊടുത്ത മുതലും പലിശയുമടക്കം മുഴുവൻ തുകയും നമ്മുടെ കയ്യിലേക്ക് തിരികെ വരുന്നു. ഇതൊരു നടക്കാത്ത സ്വപ്നം പോലെ തോന്നാം, അല്ലേ? എന്നാൽ ഈ ആശയം നമ്മൾ വിചാരിക്കുന്നത്ര അസാധ്യമല്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു ഹോം ലോണിന്റെ ഉദാഹരണം തന്നെ എടുത്തുനോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഉദാഹരണം. ഒരു 25 ലക്ഷം രൂപയുടെ ലോൺ, 25 വർഷത്തെ കാലാവധി, പലിശ നിരക്ക് 9%. അപ്പോൾ മാസം വരുന്ന EMI, അതായത് നമ്മൾ അടയ്ക്കേണ്ട തുക ഏകദേശം 21,000 രൂപയാണ്. അപ്പോൾ ഈ 25 വർഷം കഴിയുമ്പോൾ നമ്മൾ മൊത്തം എത്ര രൂപ തിരിച്ചടയ്ക്കുമെന്നറിയാമോ? 63 ലക്ഷം രൂപ. ഒന്ന് ഓർത്തുനോക്കൂ, 25 ലക്ഷം ലോൺ എടുത്തിട്ട് നമ്മൾ തിരിച്ചടയ്ക്കുന്നത് അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ തുകയാണ്. ഈ വലിയ കണക്ക് കാണുമ്പോഴാണ് പലർക്കും ടെൻഷനാകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കണ്ട ആ 63 ലക്ഷം രൂപ മുഴുവനായിട്ടും നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് പറഞ്ഞാലോ? അതെ, കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവല്ലേ? പക്ഷേ വളരെ സിമ്പിളായ ഒരു പ്ലാനിലൂടെ ഇത് നടക്കും. ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകളുമില്ല. വളരെ ലളിതമായ, ആർക്കും മനസ്സിലാവുന്ന ഒരു കണക്കാണ് ഇതിന്റെ പിന്നിൽ. അപ്പോ എന്താണ് ആ സിമ്പിളും എന്നാൽ പവർഫുള്ളുമായ രഹസ്യമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ രഹസ്യം. നിങ്ങൾ മാസം തോറും അടക്കുന്ന ആ EMIയുടെ കൂടെ തന്നെ ഒരു ചെറിയ തുക ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക. അതായത് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന SIP തുടങ്ങുക. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എത്ര രൂപയാണ് നമ്മൾ മാസം തോറും ഈ സിപ്പയിലിടേണ്ടത്? കാരണം ഈ പ്ലാൻ വർക്ക് ആവണമെങ്കിൽ ഈ സംഖ്യ കറക്റ്റ് ആയിരിക്കണം. ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നിലയിലെ EMIയുടെ വെറും 11%. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ 21,000 രൂപയുടെ 11%. അത്രയുള്ളൂ. ഇനി നമുക്ക് കണക്കുകളിലേക്ക് കടക്കാം. ഈ ചെറിയ ഐഡിയ എങ്ങനെയാണ് ഇത്രയും വലിയൊരു റിസൾട്ട് തരുന്നതെന്ന് ഈ കണക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. ഒരു സൈഡിൽ നമ്മുടെ ലോണിന്റെ ഡീറ്റെയിൽസ്, മാസം 21,000 രൂപ EMI. മറ്റേ സൈഡിൽ നമ്മുടെ നിക്ഷേപം, അതായത് ആ EMIയുടെ 11%, 2,300 രൂപയുടെ ഒരു മാസാന്തര SIP. നമ്മളിവിടെ ഒരു 15% ആനുവൽ റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണയായി ദീർഘകാലത്തേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു ശരാശരി വരുമാനമാണിത്. തീർച്ചയായും ഇത് ഉറപ്പുള്ള ഒന്നല്ല, മാർക്കറ്റിനെ ആശ്രയിച്ചിരിക്കും. എങ്കിലും ഈ കണക്ക് വെച്ച് 25 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോ ഓർമ്മയുണ്ടല്ലോ അല്ലേ? 25 വർഷം കൊണ്ട് നമ്മൾ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ പോകുന്ന ആകെ തുക 63 ലക്ഷം രൂപയാണ്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് മാജിക്. 25 വർഷം കഴിയുമ്പോൾ നമ്മൾ മാസം വെറും 2,300 രൂപ വെച്ച് തുടങ്ങിയ ആ ചെറിയ SIP വളർന്നു വലുതായി ഏകദേശം 63 ലക്ഷത്തിനു മുകളിലെത്തും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മൾ ബാങ്കിന് കൊടുത്ത പണം മുഴുവൻ നമ്മുടെ കയ്യിൽ തിരികെ വന്നു. ഈ പ്ലാനിന്റെ ഗുണം പണം തിരികെ കിട്ടുന്നു എന്നത് മാത്രമല്ല, അതിനപ്പുറം ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ കൂടിയുണ്ട്. അതായത് ഇത് നമുക്കൊരു സാമ്പത്തിക സുരക്ഷ കൂടി തരുന്നുണ്ട്. അതെ, അതാണ് ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം. ഈ SIP ഫണ്ട് വളർന്നു വരുമ്പോൾ അത് നമുക്കൊരു എമർജൻസി ഫണ്ട് പോലെ പ്രവർത്തിക്കും. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ഇത് വലിയൊരു സഹായമാകും. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ലോണും SIPയും ഒരുമിച്ച് തുടങ്ങുന്നു. പക്ഷേ ഇതിലെ ഒരു പ്രധാന വഴിതിരിവ് വരുന്നത് 15ാമത്തെ വർഷമാണ്. എന്താണ് ആ വർഷം സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കുമൊരു ഗെയിം ചേഞ്ചറാണ്. 15 വർഷം നമ്മൾ EMI അടച്ചു കഴിയുമ്പോൾ നമ്മുടെ ലോണിൽ ബാക്കിയുണ്ടാവുക ഏകദേശം 15 ലക്ഷം രൂപയായിരിക്കും. എന്നാൽ അതേസമയം നമ്മുടെ SIP ഫണ്ട് വളർന്ന് 15 ലക്ഷം കടന്നിട്ടുണ്ടാവും. അതിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? ആ നിമിഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ SIP ഫണ്ടെടുത്ത് ലോൺ മുഴുവനായി അടച്ചു തീർക്കാം. പിന്നെ ഒരു EMI പോലും അടയ്ക്കേണ്ട. ഇത് കൂടാതെ വേറെയും ഗുണങ്ങളുണ്ട്. EMI പോകുന്ന അതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ SIP ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വേറെ ഒന്നും ഓർത്തുവെക്കേണ്ട. പിന്നെ ഈ ചെറിയ തുക മാസ ബഡ്ജറ്റിൽ വലിയൊരു ഭാരമായിട്ട് തോന്നുകയുമില്ല. ഇനി നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ SIP തുക കുറച്ചൊന്ന് കൂട്ടിയാൽ 25 വർഷമൊന്നും വേണ്ട, അതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യാം.
അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോം ലോൺ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതി തന്നെ മാറ്റേണ്ടി വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. വളരെ ലളിതമായ ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ ഹോം ലോൺ വെറുമൊരു ബാധ്യതയല്ലാതായി മാറും. മറിച്ച് നിങ്ങളുടെ സമ്പത്ത് വളർത്താനുള്ള ഒരു കാരണമായി, ഒരു തുടക്കമായി അതിനെ മാറ്റാൻ കഴിയും. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം മാത്രം: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയെ നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയാക്കി മാറ്റാൻ ഒരു വഴിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടാ? ഈ വിശകലനം നിങ്ങൾക്ക് പുതിയൊരു ചിന്ത നൽകിയെന്ന് കരുതുന്നു.